നമ്മൾ ഒരു വീടിൻ്റെ മൂലകൾ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അളവ് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ വീടിൻ്റെ മൂലകളിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോർണറുകളിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ വീടിന് പ്രത്യേകിച്ച് എല്ലാ കോർണറുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഓരോ കോർണറും ഓരോ പഞ്ചഭൂതം അനുസരിച്ചാണ്. അപ്പോൾ തെക്കിനൊരു പഞ്ചഭൂതമുണ്ട്, പടിഞ്ഞാറിനുണ്ട്, മറ്റേ നോർത്തിനുണ്ട്, ഈസ്റ്റിനുണ്ട്. ഉപദിക്കുകൾക്കും അതുപോലെ തന്നെ ഓരോ പഞ്ചഭൂതങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം നമുക്ക് ചില സാധനങ്ങൾ ചില ഏരിയയിൽ സൂട്ടാവില്ല. ഇപ്പം ഫയറും വാട്ടറും നമ്മൾ ഒരിക്കലും ചേരില്ല. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഉടനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. നെഗറ്റീവ് ബാധിച്ചാൽ നമുക്ക് ചിലപ്പോൾ പണി മുന്നോട്ട് പോകാൻ തടസ്സമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു വീട് പണിയുന്നു, അപ്പോൾ ആ ഒരു വീട് പണിയുന്ന സമയത്ത് കിണറൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് കുഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് അവരൊരു വലിയൊരു ടാങ്ക് കുഴിച്ചിട്ട് കട്ട കുതുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഒരു മറ്റാവശ്യത്തിന് വെള്ളം പിടിച്ചു വെക്കാനുള്ള ഒരു ടാങ്ക് കുഴിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ അവിടെ ഫിറ്റ് ചെയ്തെന്ന് വെച്ചോ. പക്ഷേ വീട് പണി ഒരിക്കലും മുന്നോട്ട് പോകില്ല. ഒന്നുകിൽ നമ്മൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാർ നമ്മളോട് പിണങ്ങും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മൾ പണി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഇഷ്യൂസുകൾ നമുക്ക് ചില ആംഗിളിൽ ചില ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ റിലേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിക്കിലും നമ്മൾ ചെയ്യേണ്ടതും വരേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോഴാണെങ്കിലും നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് വെച്ചോ, ഒരു എക്സാമ്പിൾ എടുത്തോ. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കിച്ചൺ കൊടുക്കില്ല, അവിടെ ഒരു കാരണവശാലും നമ്മൾ ടോയ്ലറ്റും കൊടുക്കില്ല. അതുപോലെ തന്നെ സെപ്റ്റി ടാങ്ക്, കിണർ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാധനങ്ങളും നമ്മൾ ഭൂമിക്കടിയിൽ, അതായത് ഭൂമിക്കടിയിലോട്ടുള്ള ഒരു കണക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ ചെയ്യില്ല. അതുപോലെ ചിലപ്പോൾ പടിഞ്ഞാറോട് ദർശനമുള്ള വീടുണ്ടാവും. പടിഞ്ഞാറോട് ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മെയിൻ വാതിൽ നമ്മൾ കൊടുക്കില്ല, ഗേറ്റ് നമ്മൾ കൊടുക്കില്ല. അതുപോലെ തന്നെ ചില വഴിമുട്ടുകളുള്ള ഭാഗം ഉണ്ടാവും. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗേറ്റുകളൊക്കെ അവിടെ കൊണ്ട് കൊടുക്കണമെന്ന് വണ്ടി കയറാൻ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ അവിടെ ഗേറ്റോ കാര്യങ്ങൾ നമ്മൾ കൊടുക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളത് നിലവിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഫെങ്ഷു ഒക്കെ നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അതൊരു 70% ഒക്കെ ദോഷപരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവിൽ നമ്മൾ ചെയ്യുമ്പം ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ ആ ഭാഗത്ത് മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നമ്മൾ നല്ലത്. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫയറിൻ്റെ ഏരിയ ആണ്. അപ്പം അവിടെ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാവേണ്ടത് ആ ഒരു ഭാഗത്താണ്. പക്ഷേ ആ ഒരു ഭാഗത്ത് വരുന്ന മൈന്യൂട്ടായിട്ടുള്ള കംപ്ലൈൻറ്റിനെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ നല്ലപോലെ ബാധിക്കും. കാരണം ചില വീടുകളൊക്കെ ഉണ്ടാവും, പലപ്പോഴും പറയും എനിക്ക് പൈസ വന്ന് നിൽക്കില്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഒരു ബിസിനസ് ആണെന്ന് വെച്ചോ, ഇന്ന് ചിലപ്പോൾ എനിക്ക് ഒരു 1000 രൂപ കിട്ടി, നാളെ ചിലപ്പോൾ 100 രൂപ പോലും കിട്ടത്തില്ല, ഒരു സ്റ്റഡി ആയിട്ട് പോയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് തെക്കിഴക്ക് ഭാഗത്ത് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളതാണ്. ചിലപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് കൊണ്ടുവച്ചിരിക്കും, ചിലപ്പോൾ അവിടെ കിണർ കൊണ്ടുവച്ചിരിക്കും, ചിലപ്പോൾ അവിടെ വലിയ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും വെളിയിൽ ഔട്ട് സൈഡിലോട് ചേർത്തിട്ട് വലിയ ഒരു കുളിമുറിയോ അല്ല അതിൻ്റെ മേളിൽ വാട്ടർ ടാങ്കികളോ ഇങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ഷൻ പല രീതിയിലായിരിക്കും ഓരോ ആൾക്കാർ ചെയ്തിരിക്കും. ഇനി അതല്ലെങ്കിൽ അവർ കോർണർ മിസ്സിങ് ആയിരിക്കും. ഈ കോർണർ മിസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു മിസ്സിങ് മാത്രം പ്രതീക്ഷിക്കരുത്. കാരണം ഇതിനോരോ കണക്കുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആയിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് പോയിരിക്കും, ചിലപ്പോൾ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും, ചിലപ്പോൾ ആ വീടിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗം തന്നെ കട്ട് ചെയ്ത വീടുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരുമ്പോഴും ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസോ ഫൈനാൻഷ്യലി സ്റ്റഡി ആവാനോ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ തെക്കിഴക്ക് ഭാഗത്ത് കിണർ വരാൻ പാടില്ല, അതുപോലെ സെപ്റ്റി ടാങ്ക് അവിടെ വരാൻ പാടില്ല. ഈ ഒരു കാര്യങ്ങൾ മെയിനായിട്ട് ഓർക്കുക. അതുപോലെ നോർത്ത് വെസ്റ്റ് ഭാഗത്തും ഒരിക്കലും നമ്മൾ കിണർ നമ്മളവിടെ കൊടുക്കില്ല, അതുപോലെ സെപ്റ്റി ടാങ്കുകൾ നമ്മളവിടെ കൊടുക്കില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വേസ്റ്റായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഏരിയയോ അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റുകളൊന്നും കൂട്ടിയിടുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നുള്ളത് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു കാരണവശാലും നമ്മൾ സെപ്റ്റി ടാങ്ക് കൊടുക്കത്തില്ല, ബാത്റൂം നമ്മൾ ചെയ്യത്തില്ല. അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ചിലർ അവിടെ കിച്ചണൊക്കെ കൊണ്ട് വെക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് വേസ്റ്റും ഒക്കെ കത്തിക്കാൻ സൗകര്യമാണല്ലോ എന്ന് ചോദിച്ചാൽ വേസ്റ്റിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വേസ്റ്റ് കത്തിക്കുന്നതാണ്. ഒരിക്കലും വേസ്റ്റ് ആ ഒരു ഭാഗത്ത് കത്തിക്കാൻ പാടില്ല. കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന കോസ്മിക് എനർജി വേണം വീടിനകത്തോട്ട് മാക്സിമം കടന്നു വരാനായിട്ട്. കാരണം ആ ഒരു ഭാഗം നമ്മൾ അടച്ചു കെട്ടി അങ്ങനെ ചെയ്യാറുമില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന എനർജിയാണ് ആ വീടിനകത്ത് മൊത്തം കടന്നു വരേണ്ടത്, പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ വേസ്റ്റ് കത്തിക്കുകയും അല്ലെങ്കിൽ അവിടെ ടോയ്ലറ്റ് വരികയും അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരെ അത് അവിടെ ടോട്ടലി ഉള്ള ഇമ്പ്രൂവ്മെൻറ്റിനെ അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ എപ്പോഴും പറയും, കാരണം കിഴക്കുടക്ക് ഭാഗത്ത് കിണർ കുഴിക്കാന്ന് പറയും. അപ്പോൾ കിഴക്കുടക്ക് ഭാഗത്ത് കിണർ കുഴിക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. ഈ കിഴക്കുടക്ക് ഭാഗത്തിന് അതായത് വീടിൻ്റെ ബേസിക് ഫൗണ്ടേഷനിൽ നിന്ന് കിഴക്കുടക്ക് ഭാഗത്തിൻ്റെ മതിലിൻ്റെ ബേസിക് ഫൗണ്ടേഷനോട് ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാതെ അപ്പുറത്തോ ഇപ്പുറത്തോ നമുക്ക് കിണർ കുഴിക്കാൻ പറ്റും. അല്ലാതെ ആ ഒരു വര ബ്രേക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ കൊണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും വരിക. ഈ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും ആ ദിക്കിൽ വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും.